ഈ ലിസ്റ്റിംഗ് എങ്ങനെയാ നടത്തിയത്? നമ്മുടെ കമ്പനി ഫസ്റ്റ് ടൈം ലിസ്റ്റിംഗ് അല്ലായിരുന്നല്ലോ. അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു അത് പറയാമോ? ഇത് അതിനെപ്പറ്റി പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സജിത്ത് നാളെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ അഡ്വൈസ് തന്നത്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ഇത് ഒരു നല്ല റിവേഴ്സ് മെർജർ എന്നുള്ളൊരു പ്രത്യേക മേഖലയിലൂടെയാണ് ഞങ്ങൾ ലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് ഇപ്പോൾ കടന്നത്. കാരണം ഞങ്ങളെ കമ്പനി 5 കോടി രൂപയുടെ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 300 കോടി രൂപന്റെ കമ്പനിയിലേക്ക് ഞങ്ങളെ കമ്പനി ഈ ഒരു 6 മാസം കൊണ്ടാണ് വളർന്നത്. ഓക്കെ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും എന്നെ സഹായിച്ചത് സജിത് സാറാണ്. പിന്നീട് അഹമ്മദാബാദിൽ നിന്നുള്ള ലേഡി അവര് കൺസൾട്ടന്റായി വന്നപ്പോഴാണ് ഏകദേശം ഈ പ്രോസസ്സിന്റെ ഒരു ശരിയായ വഴിയിൽ എത്തിയല്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു BSc ലിസ്റ്റിംഗ് പ്രോസസ്സ് നടന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും കൂടിയിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ മലബാർ മേഖലയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചു കോഴിക്കോട് പബ്ലിക് എഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടൻസി തന്നെ അവർ ഇതിനെടുത്തു. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ ഒരു ആഗ്രഹം ഒരുപാട് ആളുകൾ വരട്ടെ. കാരണം പിന്നെ ഇപ്പോ ലിസ്റ്റിംഗിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നത് നമുക്കും വിരോധമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കുറെ ആളുകൾ വരുമ്പോഴാണ് കുറെ ഇൻവെസ്റ്റേഴ്സ് വരിക. ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ ഒരു കമ്പനിയിൽ നിന്നല്ല, അവർ പല കമ്പനിയിൽ നിന്നാണ് അവര് ഷെയർ വാങ്ങിക്കുന്നത്. നമുക്ക് നമ്മളെ കമ്പനിയെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് എന്തായാലും ഈ ആര് ഇൻവെസ്റ്റേഴ്സിനെ BSc കൊണ്ടുവന്നാലും അത് നമുക്ക് ഗുണകരമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.